ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അങ്ങോട്ടുള്ള യാത്രയിലാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അവളുടെ വീട്ടിൽ എത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ടാറ്റാ ബൈ ബൈ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അവിടെ അടുത്ത് തന്നെ ഒരു ഷോപ്പിലാണ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കേക്കിൻ്റെ വെറൈറ്റീസ് ഒക്കെ വളരെ കുറവായിരുന്നു. അവിടെ കൂടുതലും സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ നോർമലി ഈ പ്ലേസിൽ നിന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട്, പിന്നെ പിള്ളേർക്ക് മിഠായും കാര്യങ്ങളും ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ട് നോർമലി അവളുടെ വീട്ടിൽ പോകുന്നത്. അവളുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. അപ്പം ഞാനൊരു കേക്ക് അങ്ങനെ പിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ എൻ്റെ വണ്ടിയിൽ വെച്ചു. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് പോവാണ് കേട്ടോ. സോ ഇത്രയാണ് സാധനങ്ങൾ. അപ്പം ഞാൻ എന്താ അവളുടെ വീട്ടിലെത്തി. ഇനിയിപ്പം ഇവിടുത്തെ കുറച്ച് നടക്കാനുണ്ട്. അവളുടെ വീട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് അവളുടെ പൂമുഖവാതിൽ. അപ്പോൾ ഒത്തിരി ചെടികളും കാര്യങ്ങളൊക്കെ അവൾ നട്ടുപിടിപ്പിക്കുന്നത് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികളെല്ലാം. ഇതിനേക്കാൾ കൂടുതൽ ചെടി ഇപ്പം ഉണ്ട് കേട്ടോ. അപ്പം ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉള്ളതാണ്. ഇവരുടെ ഒരു കൊച്ചു വീടാണ് കേട്ടോ, പണ്ടത്തെ ഒരു വീടാണ്. അപ്പം ഞാനിവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ നോക്കിയപ്പോഴത്തേക്കും ആൾ കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊച്ച് കിടക്കുമായിരുന്നു. കൊച്ചിനെ കണ്ടു തൊട്ടിലിട്ട് ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവള് കുളിച്ച് റെഡിയായി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ദിയ. പിന്നെ ദിയാൻകുട്ടൻ നോക്കണ്ട, ഇത് അവള് ജസ്റ്റ് റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവൾക്ക് നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരിക്ക് അങ്ങനെ കുറെ നാളായിട്ട് കേക്ക് കട്ടിങ് കാര്യങ്ങളൊന്നും ഇല്ല. മാരേജ് ഒക്കെ കഴിഞ്ഞപ്പോൾ തൊട്ടേ അങ്ങനെ പുള്ളിക്കാരിയുടെ വിശേഷങ്ങളൊന്നും ആൾക്ക് സെലിബ്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ഇല്ല. കാരണം പിള്ളേരൊക്കെ ആയിക്കഴിയുമ്പോൾ അറിയാമല്ലോ, ഓൾമോസ്റ്റ് ഫാമിലിയിലും എങ്ങനെയാണ് പോകുന്നത്. അതുപോലെ തന്നെ പിള്ളേരെ നോക്കി അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുമ്പോൾ ഇവർക്ക് സ്വന്തം കാര്യം നോക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ സ്വന്തം കാര്യം ആരെങ്കിലും ചെയ്തു തരാനോ ആൾക്കാരുണ്ടായെന്ന് വരില്ല. അപ്പോൾ അങ്ങനെ ഒരു നോർമൽ ഫാമിലിയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പെട്ടെന്ന് ചെന്നപ്പോഴത്തേക്കും പുള്ളിക്കാരി ഭയങ്കര സർപ്രൈസ് ആയിട്ടും പ്രതീക്ഷയില്ല. കാരണം ഞാൻ നോർമലി വിഷ് ചെയ്യുന്നതാണ് ബർത്ത്ഡേ. ഇത് ഞാൻ സർപ്രൈസ് കൊടുക്കുന്നുണ്ട്, ബർത്ത്ഡേയും വിഷ് ചെയ്തില്ല. അപ്പോൾ അവള് നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും. അങ്ങനെ കുറച്ച് സ്വീറ്റ്സും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ പിള്ളേർക്കൊക്കെ ആയിട്ട്. അങ്ങനെ അവള് ഭയങ്കര ഹാപ്പിയായ ഒരു ദിവസം കേട്ടോ. അപ്പൊ എനിക്കും ഭയങ്കര സന്തോഷമായി. കുറച്ച് നമ്മള് കഷ്ടപ്പെട്ടാണേലും ഒറ്റയ്ക്ക് പോയി കേക്ക് എടുത്തൊന്ന് കട്ട് ചെയ്ത് അവളുടെ ഫേസിലെ ഹാപ്പിനെസ് കാണുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞു കൊച്ചൊക്കെ ആയിട്ട് അവര് ഫാമിലി ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമ്മൾ കുറെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു കൊടുത്തു. അവള് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് ഫുഡൊക്കെ അവള് പ്രിപ്പയർ ചെയ്ത് നല്ല നോൺ വെജ് ഐറ്റംസ് ഒക്കെ എനിക്ക് പ്രിപ്പയർ ചെയ്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനും ഹാപ്പി, അവളും ഹാപ്പി, അവളുടെ ഫാമിലിയൊക്കെ ഹാപ്പിയായി. അങ്ങനെ ആ ദിവസം ഞാൻ പിന്നെ കുറച്ചു നേരം കൂടി അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം വരെ ഞാൻ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു ഉച്ചയ്ക്കായപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലാണെങ്കിലും ഇപ്പം എൻ്റെ സിസ്റ്റർ എനിക്ക് വേണ്ടി സർപ്രൈസ് തരും, അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി ഓരോ ബർത്ത്ഡേക്കും കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവള് മാത്രം മാരേജ് കഴിഞ്ഞിട്ട് ഇവക്ക് അങ്ങനെ കട്ട് ചെയ്യാനോ അങ്ങനൊന്നും ഒരു ഇതില്ല. അതായത് ആരും അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയോ സർപ്രൈസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടിട്ട് പുള്ളിക്കാരിക്ക് ഭയങ്കര ഒരു ചെന്നപ്പോൾ തന്നെ ഒത്തിരി സർപ്രൈസ് ആയിപ്പോയി. നോർമലി ഞങ്ങൾ വീട്ടിൽ എല്ലാവർക്കും കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടിട്ട് പുള്ളിക്കാരിക്കും സന്തോഷമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം കളിച്ചും ചിരിച്ചും ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നു. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് വിളി വരും. അങ്ങനെ അതായത് അവളുടെ പിച്ചിപ്പൂവാണ്. പിച്ചിപ്പൂവിൻ്റെ അവിടേക്ക് നിന്ന് കുറേ ഫോട്ടോസും എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് അവൾക്കും വീഡിയോസൊക്കെ ഇടാനുള്ള കുറച്ച് ഷോർട്സൊക്കെ എടുത്ത് കൊടുത്തു. ദിയാൻകുട്ടനെയൊക്കെ പുന്നരിച്ച് കളിപ്പിച്ചിട്ട് അങ്ങനെ ഞാൻ നേരെ വീട്ടിലേക്ക് പതിയെ പോകുന്നു കേട്ടോ. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു, ലവ് യു.